ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. പണ്ട് നാം ബേക്കറിയിൽ നിന്നും വാങ്ങി കഴിച്ചിരുന്ന പ്ലം കേക്കിൻ്റെ അതേ രുചിയിൽ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പരിചയപ്പെടാം. ആദ്യം തന്നെ നമുക്ക് പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഈ പാത്രത്തിലേക്ക് ഞാൻ 1/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. പഞ്ചസാര ആഡ് ചെയ്തതിന് ശേഷം വേണം ഫ്ലെയിം ഓൺ ചെയ്യാൻ. ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് പഞ്ചസാര കാരമലൈസ് ചെയ്യാൻ വെച്ചിരിക്കുന്നത്. ഒട്ടും ലോ ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലും വെക്കരുത്. ഹൈ ഫ്ലെയിമിൽ ആണെങ്കിൽ അടിപിടിക്കാനും കരിഞ്ഞ സ്വാദുണ്ടാകുകയും ചെയ്യും. ലോ ഫ്ലെയിം ആണെങ്കിൽ പഞ്ചസാര മെൽറ്റാകാൻ കുറേ സമയമെടുക്കും. പഞ്ചസാര മെൽറ്റായി ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പഞ്ചസാര ഏകദേശം മെൽറ്റായിട്ടുണ്ട് കുറച്ചുകൂടി മെൽറ്റാകാനുണ്ട്. ഒരു സ്പാറ്റിൽ വെച്ച് അല്ലെങ്കിൽ ടീസ്പൂൺ വെച്ച് നമുക്ക് ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യണം. എന്നാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. ഇപ്പോൾ പഞ്ചസാര നന്നായി മെൽറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് ചൂടുവെള്ളമാണ്. അത് നമുക്ക് കുറേശ്ശായി ചേർത്ത് കൊടുക്കാം. പിന്നെ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ സൂക്ഷിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. പഞ്ചസാര കാരമലൈസ് ചെയ്തതും ചൂടായി കിടക്കാണ്. അതിലേക്ക് ചൂടുവെള്ളം പെട്ടെന്ന് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ദേഹത്തേക്ക് തെറിച്ച് വീഴാൻ ചാൻസ് കൂടുതലാണ്. ചൂടുവെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഒന്ന് തിളച്ച് വരും. ആ സമയത്ത് 1 കപ്പ് കറുത്ത മുന്തിരി ചേർത്ത് കൊടുക്കാം. മുന്തിരി സോഫ്റ്റ് ആകാൻ വേണ്ടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നന്നായി തിളച്ചു വന്നു. ഈ സമയത്ത് ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർക്കാം. സൺഫ്ലവർ ഓയിലിന് പകരം ബട്ടർ അവൈലബിൾ ആണെങ്കിൽ അതും ചേർക്കാം എന്നിട്ടിത് നമുക്ക് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് കടക്കാം. രണ്ടാമതായി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കണം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് സ്പൈസസ് ആണ്. അവ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. 1 ടീസ്പൂൺ സിന്നമൺ പൗഡർ, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ ഗ്രാമ്പു പൊടിച്ചത്, 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇവ ചേർത്ത് കൊടുത്തതിന് ശേഷം 3 തവണയായി അരിപ്പ വെച്ച് അരിച്ചെടുക്കാം. അല്ലെങ്കിൽ വിസ്ക് വെച്ച് മിക്സ് ചെയ്താലും മതി. പിന്നെ 3 തവണ അരിച്ചെടുത്താൽ പൊടികളെല്ലാം നന്നായി മിക്സായി വരും. ഇപ്പോൾ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് മൂന്നാമതായി ചെയ്യേണ്ടത് മുട്ട ബീറ്റ് ചെയ്തെടുക്കലാണ്. മുട്ട ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ്. ഇത് ചേർത്ത് കൊടുത്ത് ടീസ്പൂൺ വെച്ച് ഒരു ക്രീം പരുവം ആകും വരെ ഇളക്കി കൊടുക്കാം. പിന്നെ വാനില എസൻസ് ചേർക്കണമെന്നില്ല എല്ലാവർക്കും ഈ മുട്ടയുടെ സ്മെൽ ഇഷ്ടമല്ലല്ലോ. അതുകൊണ്ടാണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ മുട്ടയും ബീറ്റായി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞു. ഇനി നാലാമതായി വേണ്ടത് ഇവയെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കലാണ്. അതിനിതാ ഞാൻ പഞ്ചസാര കാരമലൈസ് ചെയ്തത് എടുത്തു വച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു നോർമൽ ചൂടേ ഉള്ളൂ. ഈ സമയത്ത് ഇതിലേക്ക് അടിച്ചെടുത്ത മുട്ട ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവ രണ്ടും മിക്സായി വന്നു കഴിഞ്ഞാൽ നേരത്തെ റെഡിയാക്കി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായും ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം മെല്ലെ എല്ലാം ചേർന്ന് വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ എല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്തെടുത്ത അണ്ടിപ്പരിപ്പും ബദാമും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് ഓറഞ്ച് ജ്യൂസിൽ 1/4 കപ്പ് ഈന്തപ്പഴവും 1/4 കപ്പ് ടൂട്ടി ഫ്രൂട്ടിയും സോക്ക് ചെയ്തതാണ്. ഇത് ഞാൻ തലേ ദിവസം ചെയ്തെടുത്തതാണ് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഓറഞ്ച് വിളയിച്ചതാണ്. അത് 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ചേർത്ത് കൊടുത്താൽ നല്ല സോഫ്റ്റും അതുപോലെ തന്നെ നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റിയുമാണ്. ഇപ്പോൾ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ മോൾഡ് റെഡിയാക്കി എടുക്കാം.
അതിനുവേണ്ടി ഞാനിവിടെ 7 ഇഞ്ച് സൈസിലുള്ള മോൾഡാണ് എടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കേക്ക് ബാറ്റർ എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ടാപ്പ് ചെയ്തെടുക്കുമ്പോൾ ഇതിനുള്ളിലെ എയർ ബബിൾസ് എല്ലാം പോകും. ടാപ്പ് ചെയ്തതിന് ശേഷം ബാറ്ററിൻ്റെ മുകളിലായി കശുവണ്ടിപ്പരിപ്പും കറുത്തമുന്തിരിയും ടൂട്ടി ഫ്രൂട്ടിയും വെച്ച് അലങ്കരിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ഞാനൊരു ചീനച്ചട്ടി 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ചീനച്ചട്ടിയിൽ ഒരു ബേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനു മീതിയായി നമുക്ക് കേക്ക് മോൾഡ് വെച്ച് കൊടുത്ത് മൂടി വെച്ച് ബേക്ക് ചെയ്യാം. ഞാനൊരു സ്റ്റീൽ പാത്രം വെച്ചാണ് മൂടി വെച്ചിരിക്കുന്നത്. പിന്നെ ഏത് പാത്രം എടുക്കുമ്പോഴും കേക്ക് മോൾഡിനെ കവർ ചെയ്യുന്ന രീതിയിലായിരിക്കണം. അതുപോലെ തന്നെ മൂടി വെക്കുന്ന പാത്രത്തിനും കേക്ക് മോൾഡിനും ഒരു ഡിസ്റ്റൻസ് വേണം. എന്നാലാണ് അതിനുള്ളിലെ ചൂട് നിൽക്കുകയും സൈഡ് ഭാഗം കരിഞ്ഞു പോകാതെയും നിൽക്കുകയുള്ളൂ. പിന്നെ ബേക്ക് ചെയ്തെടുക്കുന്നത് 2 മണിക്കൂറാണ്. വലിയ ബർണർ ആണെങ്കിൽ ലോ ഫ്ലെയിമിലും ചെറിയ ബർണർ ആണെങ്കിൽ മീഡിയം ഫ്ലെയിമിലാണ് നമുക്ക് വെക്കേണ്ടത്. അങ്ങനെ 2 മണിക്കൂറിന് ശേഷം നമുക്കിത് തുറന്നു നോക്കാം. ഇപ്പോൾ കേക്ക് നന്നായി ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്റ്റിക്ക് വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം. സ്റ്റിക്കിലൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ. അതിനു അർത്ഥം നമ്മുടെ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. കേക്ക് ബേക്ക് ആയതിനു ശേഷം പെട്ടെന്ന് തന്നെ ചീനച്ചട്ടിയിൽ നിന്നും എടുത്തു മാറ്റാം. കേക്ക് ചൂടാറിയതിനു ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ നമുക്ക് പണ്ടത്തെ അതേ രുചിയിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾ കേക്ക് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു അളവിൽ തന്നെ എടുക്കാൻ നോക്കണം. എങ്കിലേ നിങ്ങൾക്ക് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടുകയുള്ളൂ. പിന്നെ കേക്ക് പിറ്റേന്ന് കഴിക്കുമ്പോഴാണ് കൂടുതൽ രുചി ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ കേക്കിൻ്റെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.